ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ഓരോരുത്തർക്കും ഉണ്ടാവുന്നത് വാസനയിൽ നിന്നാണ്. ഭാവനകൾ സൃഷ്ടിക്കുന്ന ചിന്തകളും ചിന്തകളുടെ പുറത്തുണ്ടാവുന്ന വികാരങ്ങളും ആണ് ഓരോരുത്തരും ജീവിതത്തിൻ്റെയും കർമ്മമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസനയെ മറികടക്കാനും ശിവൻ്റെ ബോധത്തെ അല്പമെങ്കിലും ഒന്ന് ഗ്രഹിക്കുവാനും വേണ്ടിയിട്ടാണ് ആധ്യാത്മിക സാധനകളെല്ലാം തന്നെ. സാധനയിലൂടെ ഒരു വ്യക്തി സ്വന്തം വികാരങ്ങളെയും ചിന്തകളുടെയും ഭാവനയുടെയും തിരിച്ചറിവിനെയാണ് അറിയുന്നത്. നോക്കൂ, നമ്മളൊരു കാര്യം കേൾക്കുമ്പം എല്ലാവരും ഒരേപോലല്ല അതിനെ ഉൾക്കൊള്ളുന്നത്. ഈ ഭാവന തന്നെയാണ് വാസന. എന്നാൽ ആധ്യാത്മികതയിൽ ശിവബോധത്തെ ഒരു നിമിഷം അറിഞ്ഞാൽ സ്വന്തം ഭാവന എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നുള്ള ആ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഴിവ് ലഭിക്കും, ഒരു അവയർനെസ് നമുക്ക് കിട്ടും. എപ്പോഴും മനുഷ്യന് ഈ ഒരു തിരിച്ചറിവിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നാം പണത്തിനെയും സ്നേഹബന്ധത്തെയും എല്ലാം കാണുന്നതും ഈ ഭാവനയിലാണ്. മനുഷ്യ ജീവിതം ഓരോ നിമിഷവും ജീവിക്കുന്നത് തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. തൃപ്തി ലഭിക്കുന്നത് പ്രവൃത്തിയില്ലാതെയാണ്. അത് സേവന കാര്യത്തിലൂടെയോ അത് സാമ്പത്ത് കൊണ്ട് എന്തെങ്കിലും നേടിയതുകൊണ്ടോ ബന്ധങ്ങൾ ധാരാളം സൃഷ്ടിച്ചതുകൊണ്ടോ അധികാരം സ്വന്തമാക്കിയതുകൊണ്ടോ ഒന്നുമല്ല തൃപ്തി ലഭിക്കുന്നത്. തൃപ്തി സമയത്തെ നാം മറികടക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ധ്യാനം ചെയ്യുമ്പോൾ അതൊരു ഗുണമാണ്. അത് നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മണിക്കൂറുകൾ ധ്യാനത്തിൽ ലയിക്കുമ്പോൾ പ്രപഞ്ചം പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ്, ബോധം മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥ. അപ്പം ഭാവനയ്ക്ക് അതീതമായി നാം എത്തുമ്പോൾ മാത്രമേ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ.